ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഹോം ടൂറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹോം ടൂർ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നിതാ ഒരു ഹോം ടൂർ. നമ്മുടെ അപ്പോൾ വാതിക്കൽ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക്. അപ്പം നമ്മൾ വാതിക്കൽ ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സിറ്റിംഗ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷൂ ട്രാക്ക് ഉണ്ട്. നേരെ കയറി വരുന്നത് ഹാളിലേക്കാണ്. ഹാളിൽ തന്നെയാണ് നമ്മൾ പ്രെയർ യൂണിറ്റും അതുപോലെ തന്നെ TV യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലുള്ള ഒരു ഹാളായിരുന്നു. ഇതാണ് നമ്മുടെ പ്രെയർ യൂണിറ്റ് വരുന്നത്. അവിടെ തന്നെ ചെറിയൊരു ഷോക്കേസ് പോലെയൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ളതും ചെയ്യാത്തതുമായ സകല കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു റൂമാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് നമ്മുടെ പർഗോള സെറ്റ് ചെയ്തേക്കുന്ന അവിടെയാണ്. അവിടെയും നമ്മളൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് വർക്കും കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ പർഗോള സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഗ്ലാസ് ആണ്. അതേപോലെ തന്നെ അവിടെ നമ്മൾ മണി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ആ സൈഡിലായിട്ട് നമ്മളൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ 2-3 ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഹിഡൻ ആയിട്ട് നമുക്കൊരു ബാത്റൂം സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ ബാത്റൂമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റത്തില്ല. വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ അവിടെ. അപ്പോൾ അതിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മൾ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആരും കാണത്തുമില്ല. എന്നാൽ ബാത്റൂമും ഉണ്ട്. നമുക്ക് 2 ബാത്റൂമാണുള്ളത്. ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അതല്ലാതെ ഒരെണ്ണം ഈ ഒരു ബാത്റൂമാണ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടുന്ന് നേരെ വരുന്നത് നമ്മളവിടെ ഒരു ചെറിയൊരു ഗ്രില്ല് പോലൊരു പോർഷൻ കൊടുത്തിട്ട് അവിടെയും നമ്മളപ്പോൾ അവിടെയും ഒരു ഷോക്കേസ് പോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഡബിൾ സൈഡിലുള്ള ഒരു ക്ലോക്ക് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അവിടെയും നമ്മളപ്പോൾ ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു സ്റ്റാച്യു പോലെ വരുന്ന ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭിത്തിയിലായിട്ടും നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. 2 ബെഡ്റൂമാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു റൂം ടൂർ പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് 2ാമത്തെ റൂം വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ നേരെ മെയിൻ സ്ഥലമായ കിച്ചണിലേക്കാണ് വരുന്നത്. അതും നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. നമ്മളിവിടെ ചെറുതായിട്ടൊരു ഓപ്പൺ കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ സ്പേസ് ഇല്ലായിരുന്നു. നമ്മൾ ചെറുതായിട്ടാണ് ചെയ്തേക്കുന്നത്. കൂടാതെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഫിലമെൻ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു കിച്ചൺ വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഏരിയ ആണിത്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടിയില്ല. തൽക്കാലം നമ്മൾ മേളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു അടുക്കള വരുന്നത്. ഫുള്ളും കബോർഡും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ വീടും അതുപോലെ തന്നെ ഈ ഹോം ടൂറും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.